നമസ്കാരം. BBC-യുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥി PJ ജോസഫിനു വേണ്ടി യൂത്ത് കോൺഗ്രസ് നേതാവ് ചാണ്ടി ഉമ്മൻ തൊടുപുഴയിൽ പര്യടനം നടത്തി. സ്ഥാനാർത്ഥിയുടെ ചിഹ്നമായ ട്രാക്ടർ ഓടിച്ചാണ് പ്രചരണം നടത്തിയത്. തൊടുപുഴയിൽ ദുഃഖവെള്ളിയാഴ്ച കുരിശിന്റെ വഴി നടന്നു. വിവിധ ദേവാലയങ്ങളുടെ ആഭിമുഖ്യത്തിലാണ് പരിഹാര പ്രദർശനം നടത്തിയത്. റോഷി അഗസ്റ്റിൻ ഇപ്രാവശ്യവും പതിവ് തെറ്റിച്ചില്ല. ചക്കാമ്പുഴയിലെ വീട്ടിൽ നിന്നും മലയാറ്റൂർക്ക് കാൽനടയായി തീർത്ഥാടനം നടത്തി. വീട്ടിൽ കുടുംബാംഗങ്ങളോടൊപ്പം പെസഹ ഭക്ഷണവും കഴിച്ച ശേഷം രാമപുരം മൂവാറ്റുപുഴ വഴിയാണ് മലയാറ്റൂരിലെത്തിയത്. കുളമാവ് നെല്ലിക്കപ്പാറ സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് കാഴ്ചയുടെ അത്ഭുതങ്ങൾ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി പ്രദേശത്തെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൊടുപുഴയിലെ NDA സ്ഥാനാർത്ഥി P. ശ്യാംരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കോലാനിയിൽ കുടുംബസംഗമം നടന്നു. കോഴിക്കറിക്കൂട്ടും മീൻകറിക്കൂട്ടും. സുഭിക്ഷം, പാലാക്കാരുടെ രുചി രാജാവ്. സുഭിക്ഷത്തിന്റെ കറിപ്പൊടികളും പലഹാരപ്പൊടികളും ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭിക്കുന്നു. ബന്ധങ്ങൾ സുദൃഢമാകട്ടെ. സുഭിക്ഷം, സുദൃഢമായൊരു ബന്ധത്തിന്റെ തുടക്കം. വാർത്തകൾ വിശദമായി. തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥി PJ ജോസഫിനു വേണ്ടി യൂത്ത് കോൺഗ്രസ് നേതാവ് ചാണ്ടി ഉമ്മൻ തൊടുപുഴയിൽ പര്യടനം നടത്തി. സ്ഥാനാർത്ഥിയുടെ ചിഹ്നമായ ട്രാക്ടർ ഓടിച്ചാണ് പ്രചാരണം നടത്തിയത്. വ്യാപാര സ്ഥാപനങ്ങളിലും വോട്ട് ചോദിച്ചെത്തി. UDF ഇപ്രാവശ്യം വിജയം കൈവരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും ഇതിനെ ഉണ്ടാവണം. ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ അല്ലെങ്കിൽ ട്രാക്ടർ ഓടിക്കുന്ന കർഷകനാണ്. ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ PJ ജോസഫ്. ഇന്ന് പ്രിയങ്കരനായ നമ്മുടെയൊക്കെ നേതാവ് കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിൻ്റെ പ്രചരണാർത്ഥമാണ് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നമുക്ക് അദ്ദേഹത്തിന് അഭ്യർത്ഥനയുമായി പോകാൻ സാധിച്ചു. അതിനുശേഷം കുറച്ചു നേരം അദ്ദേഹത്തിൻ്റെ പ്രചരണാർത്ഥം അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ കർഷകൻ ഓടിക്കുന്ന ട്രാക്ടറിൽ എനിക്കിന്ന് ഓടിക്കാൻ സാധിച്ചു. അതിയായ സന്തോഷമുണ്ട്. ഇവിടെ വരുവാനും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കാൻ സാധിച്ചതിൽ. കാരണം അദ്ദേഹം കേരളത്തെ നയിക്കുന്ന നേതാവാണ്. UDFൻ്റെ മുന്നണി പോരാളിയാണ്. അദ്ദേഹത്തെ പോൽ ശക്തനായ ഒരു നേതാവ് ഇവിടെ വീണ്ടും ജയിച്ചു വരുന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആളുകളുമായി സംസാരിക്കുമ്പോൾ അതാണ് ഞങ്ങളോട് ഉറപ്പ് അവർ പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ വലിയൊരു വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജോസഫ് സാർ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകിയപ്പോൾ സ്ഥാനാർത്ഥികളുടെ പിതാക്കന്മാർക്ക് രക്ഷയില്ല. ഉടുമ്പൻചോലയിലാണ് സംഭവം. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. അയാളുടെ മണിക്ക് MM മണിക്ക് മണി കിട്ടുമെന്ന് പറഞ്ഞു. അയാളല്ല, അയാളുടെ പിതാവിന് ഇരുന്നിച്ചാൽ MM മണിക്ക് മണി കെട്ടാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകിയപ്പോൾ സ്ഥാനാർത്ഥികളുടെ പിതാക്കന്മാർക്കും രക്ഷയില്ല. ഉടുമ്പൻചോലയിലെ LDF സ്ഥാനാർത്ഥി MM മണിയാണ് എതിർ സ്ഥാനാർത്ഥിയുടെ പിതാവിനെയും വെറുതെ വിടാത്തത്. മണിക്ക് മണി കെട്ടാൻ ആഗസ്തിയുടെ പിതാവ് വന്നാലും നടക്കില്ലെന്നാണ് മന്ത്രി മണിയുടെ പരാമർശം. എന്നാൽ തന്റെ പിതാവിനോട് തനിക്ക് ഏറെ ബഹുമാനമുണ്ടെന്ന് ആഗസ്തി പറഞ്ഞു. ഇടമനക്കുന്നേൽ EM മത്തായിയുടെ മകനാണ് താനെന്നും ഇനിയും ഇത് ആവർത്തിച്ചാൽ വെറുതെ ഇരിക്കില്ലെന്നും ആഗസ്തി പറഞ്ഞു. മണിക്ക് ആര് മണി കെട്ടുമെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പാർട്ടി കെട്ടുമെന്നും ആഗസ്തി പറഞ്ഞു. രാഹുൽ ഗാന്ധിയാണ് രാജ്യത്തിന്റെ പ്രതീക്ഷ. ആ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി വരാൻ കൂടി നമ്മുടെ വോട്ട് പ്രയോജനപ്പെടണമെന്ന് വിനയപൂർവ്വമായി ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കൊരു ചെറിയ വിഷമമുണ്ട്. വിഷമമൊക്കെ പറയേണ്ടത് ഇങ്ങനെ പൊതുവേദിയിലാണോ എന്ന് ചോദിക്കും എൻ്റെ ബഹുമാന്യപ്പെട്ട സുഹൃത്ത് ശ്രീ MM മണി. അദ്ദേഹം ഏഷ്യാനെറ്റ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് ഞാൻ വളരെ വൈകിയാണ് കണ്ടത്. അദ്ദേഹം പറഞ്ഞു, മണിക്ക് മണി കെട്ടാൻ പോയിട്ട് EM ആഗസ്തിയുടെ പിതാവ് വന്നാൽ എനിക്ക് മണി കെട്ടത്തില്ലെന്നാണ്. സ്നേഹിതരെ, ഞാൻ പറയുന്നു, എനിക്ക് എൻ്റെ അച്ഛനെ പറ്റി അറിയാം. ഐ ആം സൺ ഓഫ് EM മത്തായി. EM ആഗസ്തി എന്ന് പറഞ്ഞാൽ ഇളമനക്കുന്നേൽ മത്തായി മകൻ ആഗസ്തി എന്നാണ്. അദ്ദേഹത്തെ പറ്റി എനിക്ക് അഭിമാനമുണ്ട്.
അഭിമാനമുണ്ട്. അത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മേലിൽ ആവർത്തിക്കരുത്. മേലിൽ ആവർത്തിച്ചാൽ അതേ നാണയത്തിൽ തന്നെ ഈ ആഗസ്തി മറുപടി പറഞ്ഞെന്നിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മണിക്ക് ആര് മണി കെട്ടാനുണ്ടോ? മണിക്ക് മണി കെട്ടുമെന്ന് ഈ ആഗസ്തി പറയുന്നു. മണിക്ക് ആർക്ക് മണി കെട്ടുമെന്ന് ചോദിച്ചാൽ CPM ആണ്. മണിക്ക് ആര് മണി കെട്ടുമെന്ന് ചോദിച്ചാൽ CPM ആണ്. CPM ഫേസ്ബുക്കിലാണ് മണിക്ക് ആര് മണി കെട്ടും, മണിക്കെതിരെ ആര് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് ചോദിച്ചത് സൈതന്മാരെ. അതാണ് കോൺഗ്രസ് പാർട്ടി ആഗസ്തിയോട് ഉടുമ്പൻചോലയിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. മണി കെട്ടിയിരിക്കും, മണി കെട്ടിയിരിക്കും. അല്ലാതെ മണിക്കാര് മണി കെട്ടും, പൂച്ചയ്ക്കാര് മണി കെട്ടും എന്ന് പറഞ്ഞ് നാടൊട്ട് അട്ടഹാസമൊക്കെ നടക്കാൻ ആരെയും അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചിരിക്കും, നമ്മൾ ജയിച്ചിരിക്കും. പക്ഷേ മാന്യത രാഷ്ട്രീയത്തിൽ കളഞ്ഞു കുടിക്കരുത്. AK വട്ടാണെന്നല്ലേ ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥി MM മണി പറഞ്ഞ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെപ്പറ്റിയൊക്കെ ജനങ്ങൾ വിലയിരുത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ ഗാന്ധിക്ക് ബുദ്ധിയില്ലെന്നേ, രാഹുൽ ഗാന്ധിക്ക് ബുദ്ധിയിലെന്ന് വിധിക്കാനുള്ള ലോകത്തിൽ സർവ്വജ്ഞാനിയായിരിക്കുന്ന 2 പേരെ പറ്റിയേ നമ്മൾ കേട്ടുള്ളൂ. ശ്രീബുദ്ധൻ, പ്രപഞ്ച രഹസ്യങ്ങൾ കൂടി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന അതീന്ദ്രനാഥ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ശ്രീബുദ്ധൻ, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയോടും ലോകത്തിലാർക്കും ബുദ്ധിയില്ല. പിന്നെ ശങ്കരാചാര്യരെ പറ്റിയും കേട്ടിട്ടുണ്ട്. മൂന്നാമതൊരാൾ നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയാണ്. ലോകത്തിൽ ആരെ പറ്റിയും എന്തും പറയാൻ ലൈസൻസ് ഉള്ള ഒരാൾ നാട് നടന്ന ആളുകളെ പറ്റി അധിക്ഷേപിക്കുമ്പോൾ സൂക്ഷിക്കണം. അതിൻ്റെ പേരിൽ നമ്മുടെ വോട്ടുകൾ പ്രലോഭിപ്പിക്കരുത്. എന്നെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയാണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ വളരെ സൂക്ഷിച്ച് സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ടെങ്കിലും എല്ലാ യോഗത്തിലും ഞാൻ പറയുന്നില്ല. ആദ്യ യോഗം എന്നതിലെ കാര്യം പരാമർശിക്കുകയാണ്. എന്ത് പ്രകോപനമുണ്ടെങ്കിലും ശരി, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം, ഐക്യജനാധിപത്യം വിജയിപ്പിക്കണം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ജനാധിപത്യം. തൊടുപുഴയിൽ ദുഃഖവെള്ളിയാഴ്ച കുരിശിന്റെ വഴി നടന്നു. വിവിധ ദേവാലയങ്ങളുടെ ആഭിമുഖ്യത്തിലാണ് പരിഹാര പ്രദർശനം നടത്തിയത്. തൊടുപുഴയിൽ ദുഃഖവെള്ളിയാഴ്ച കുരിശിന്റെ വഴി നടന്നു. മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളി, തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളി, സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി, ഡീപോൾ ആശ്രമം, വിവിധ പ്രാർത്ഥനാ കൂട്ടായ്മകളുടെയും സംയുക്ത സഹകരണത്തോടെയാണ് കുരിശിന്റെ വഴി നടത്തിയത്. മുതലക്കോടം പള്ളിയിൽ നിന്നും ആരംഭിച്ച് തൊടുപുഴ ടൗൺ പള്ളിയിൽ സമാപിച്ചു. ന്യൂമാൻ കോളേജിന് സമീപം ഫാദർ മാനുവൽ പിച്ചലക്കാട്ട് സന്ദേശം നൽകി. ഫാദർ തോമസ് തെക്കേമുറി, ഫാദർ ജോൺ പരിയത്തുമേലിൽ, ഷാജൻ കുര്യാക്കോസ്, ജൂബി ഐസക് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂളിലെ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. 6 മാസങ്ങൾക്ക് മുൻപ് സ്കൂൾ കോമ്പൗണ്ടിൽ നിർമ്മിച്ച കുളത്തിൽ നിക്ഷേപിച്ച മത്സ്യകൃഷിയുടെ ആദ്യ വിളവെടുപ്പ് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ജോണി നിർവഹിച്ചു. സ്കൂളിലേറെ പ്രാധാന്യം നടത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തൊടുപുഴയിലെ തന്നെ എന്നല്ല, ഇടുക്കി ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളാണ് നമ്മുടെ സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ. നമ്മൾ നാളുകൾക്ക് മുമ്പ് ജൈവ കൃഷി വിളവെടുപ്പ് ഫലപ്രദമായി നടത്തി നമ്മുടെ തൊടുപുഴ MLA കൃഷിസ്ഥലം സന്ദർശിക്കുകയും ഏറെ സന്തോഷത്തോടു കൂടി വിളവെടുപ്പിൽ പങ്കെടുക്കുകയും അങ്ങനെ ഈ കോവിഡ് കാലത്തും ഉറങ്ങിക്കിടക്കാതെ സ്കൂളിനെ നല്ല ഉത്സാഹത്തോടു കൂടി കുട്ടികൾ കോവിഡിനെ അതിജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പരിശീലനം കൊടുത്ത് സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങൾ മുൻപന്തി നിൽക്കുന്ന ഈ സ്കൂള് ഇനിയും നാൾക്കുനാൾ പുരോഗതി പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും വിഷു, ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു.
ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഡാൻഡി ജോസഫ്, അധ്യാപകർ, സ്റ്റാഫ് അംഗങ്ങൾ, PTA പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ വിളവെടുപ്പിൽ പങ്കാളികളായി. മുതലക്കുളം സെൻറ് ജോർജ് ഹൈസ്കൂള് ഇന്ന് പ്രശസ്തിയിൽ നിന്ന് പ്രശസ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ ഇനം കൃഷിരീതികൾ ചെയ്യുന്നതോടൊപ്പം കുട്ടികൾക്ക് പരിശീലിക്കുന്നതിനായി മത്സ്യകൃഷിയും നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് നടന്നത്. സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും PTA-യും ഒന്നിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കുക. ലോക്ക്ഡൗൺ കാലത്ത് ഇവിടെയുള്ള ജീവനക്കാരും PTA-യും കുറേ കുട്ടികൾ ചേർന്ന് ഈ കുളം നിർമ്മിക്കുകയും സ്വന്തമായി നിർമ്മിക്കുകയും ഇതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുകയും ചെയ്ത് കുഞ്ഞുങ്ങളെ വാങ്ങി ഇടുകയാണ് ചെയ്തത്. അതിൻ്റെ വിളവെടുപ്പ് നടത്തുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇത് ഉദ്ദേശിച്ചത്. അതോടൊപ്പം ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് നല്ല ഭക്ഷണം നൽകുവാൻ ഞങ്ങൾ ഉത്സാഹിച്ചാണ് ഇത് ചെയ്തത്. പക്ഷേ ഒരു ദുഃഖം നമുക്കുണ്ട്. അടുത്ത വർഷം കൂടുതൽ സാധ്യത കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നല്ല ഒരു വിളവെടുപ്പ് നടത്തുവാൻ ഇവിടെ ഞങ്ങളെ സഹായിച്ച നല്ലവരായ നാട്ടുകാരുണ്ട്, മത്സ്യങ്ങളെ വാങ്ങിക്കുന്നവരുണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകിയ ഞങ്ങളുടെ മാനേജർ അച്ഛൻ റവറൻഡ് ഫാദർ ജോർജ് താനത്തുപറമ്പിൽ, പ്രിൻസിപ്പൽ ജിജി സാറ്, ഞങ്ങളുടെ അധ്യാപകർ എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു. റോഷി അഗസ്റ്റിൻ ഇപ്രാവശ്യവും പതിവ് തെറ്റിച്ചില്ല. ചക്കാമ്പുഴയിലെ വീട്ടിൽ നിന്നും മലയാറ്റൂർക്ക് കാൽനടയായി തീർത്ഥാടനം നടത്തി. വീട്ടിൽ കുടുംബാംഗങ്ങളോടൊപ്പം പെസഹ ഭക്ഷണവും കഴിച്ച ശേഷം രാമപുരം മൂവാറ്റുപുഴ വഴിയാണ് മലയാറ്റൂരിലെത്തിയത്. റോഷി അഗസ്റ്റിൻ ഇപ്രാവശ്യവും പതിവ് തെറ്റിച്ചില്ല. ചക്കാമ്പുഴയിലെ വീട്ടിൽ നിന്നും മലയാറ്റൂർക്ക് കാൽനട തീർത്ഥാടനം നടത്തി. വീട്ടിൽ കുടുംബാംഗങ്ങളോടൊപ്പം പെസഹ ഭക്ഷണവും കഴിച്ച ശേഷം രാമപുരം മൂവാറ്റുപുഴ വഴിയാണ് മലയാറ്റൂരെത്തിയത്. ഇത് 35ാമത് വർഷമാണ് കാൽനടയായി മലയാറ്റൂരിൽ എത്തിയതെന്ന് ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി റോഷി പറഞ്ഞു. 15ാം വയസ്സിലാണ് തീർത്ഥാടനം ആരംഭിച്ചത്. 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ വർഷമാണ് തുടങ്ങിയത്. തന്റെ വിശ്വാസമാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. മലയാറ്റൂരിലേക്കുള്ള ദൂരയാത്ര ഇത് 35ാമത് വർഷമാണ്. ഞാൻ 15 വയസ്സ് എൻ്റെ SLC എക്സാമിനേഷൻ കഴിഞ്ഞ കാലം മുതൽ ആരംഭിച്ചതാണ്. എൻ്റെ ഒരു വിശ്വാസമാണ്. എനിക്കതിനകത്തെന്നും അതിൻ്റേതായിട്ടുള്ള നന്മകളുണ്ടായിട്ടുണ്ട്. പ്രവർത്തനത്തിനാവശ്യമായ കരുത്തും കർമ്മപദത്തിൽ വലിയ മാറ്റങ്ങളും ഈ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജ്ജവും മലയാറ്റൂർ തീർത്ഥാടനത്തിലൂടെ എനിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടക്കാൻ സമയമാകുന്ന സന്ദർഭത്തിൽ അസുഖങ്ങളില്ലാതെ എന്നെ കാത്തു പരിപാലിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ വ്യാഴാഴ്ച വീട്ടിൽ വന്ന് കുടുംബാംഗങ്ങളോടൊപ്പം പ്രാർത്ഥന ചൊല്ലി പെസഹ ഭക്ഷിച്ചതിന് ശേഷമാണ് ഞങ്ങൾ യാത്ര പുറപ്പെടുക. ഇന്നലെ അതുപോലെ തന്നെ രാത്രിയിൽ 12 മണിയോടുകൂടി വീട്ടിലെത്തി പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് പെസഹ ഭക്ഷണം കഴിഞ്ഞ് അവിടുന്ന് പുറപ്പെട്ടു. രാമപുരം, കൂത്താട്ടുളം, മൂവാറ്റുപുഴ, കീഴില്ല, കുപ്പമ്പടി വഴിയാണ് കോടനാട് എത്തി. താഴത്തെ പള്ളിയിൽ ചെന്ന് ഞങ്ങൾ അടിവാരത്തെത്തി മല കയറുന്നു. നാളെ വെളുപ്പിനെ 6 മണിയോടുകൂടി മല കയറും. നാളെ പരീക്ഷ 10:30 ആകുമ്പോൾ തിരിച്ചിറങ്ങും. അതുപടി 1 മണിയോടുകൂടി മണ്ഡലത്തിൽ വന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വ്യാപൃതനാകാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും തികഞ്ഞ വിശ്വാസിയാണ്. എനിക്ക് അങ്ങേയറ്റം ആത്മവിശ്വാസമുണ്ട്. എല്ലാ ഘട്ടത്തിലും തളരാതെ പിടിച്ചു നിർത്തുന്ന ഈ ഒരു വിശ്വാസം. യാത്രക്കിടയിൽ മൂവാറ്റുപുഴയിലെ LDF സ്ഥാനാർത്ഥി എൽദോ എബ്രഹാമിനെയും കൂട്ടിമുട്ടി. അദ്ദേഹവും കുറച്ചു ദൂരം നടന്നു. ഒപ്പമുള്ളവരിൽ കഞ്ഞിക്കുഴി സ്വദേശി ടോമി തീവള്ളി റോഷിയോടൊപ്പം ഇത് 19ാം പ്രാവശ്യമാണ് മലയാറ്റൂരിലെത്തിയത്. തിരികെ എത്തി മണ്ഡലത്തിൽ സജീവമാകുമെന്നും റോഷി പറഞ്ഞു. ഒറ്റ പ്രസവത്തിൽ 5 ആട്ടിൻകുട്ടികൾ. വാഴക്കുളം സർവീസ് സഹകരണ ബാങ്ക് റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ വാഴക്കുളം തടത്തിൽ സാജു T. ജോസിന്റെ ആടാണ് ഒറ്റ പ്രസവത്തിൽ 5 കുഞ്ഞുങ്ങളെ സമ്മാനിച്ചത്. ഇത് അപൂർവമായിട്ടാണ് നടക്കാറുള്ളതെന്ന് സാജു പറഞ്ഞു. ഈ ആടിനെ എനിക്ക് വളരെ നല്ലൊരു ബ്രീഡ് നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. ആദ്യമേ ഒരെണ്ണം വളർത്തുകൊണ്ടിരുന്നു. അതിൻ്റെ പ്രത്യുൽപാദന ശേഷിയും കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനവും കൂടുതലായതുകൊണ്ട് അതിനെ തുടർച്ചയായിട്ട് വളർത്താൻ തന്നെ തീരുമാനിച്ചു. അതിൻ്റെ സന്തതി പരമ്പരകളായി ഇപ്പോൾ 20ഓളം ആടുകളാണ് എനിക്കുള്ളത്. സാധാരണ ഒരാടിൻ്റെ പ്രസവത്തിൽ 2 അല്ലെങ്കിൽ 3 കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഇതിന് ഉണ്ടാകുന്നത് 3ഉം 4ഉം ഈ പ്രാവശ്യം 5 കുട്ടികളുമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് 5 കുട്ടികൾ കുടിക്കാനുള്ള പാലും
സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ഈ നല്ല ബ്രീഡ് ആടിന് ഞാനിങ്ങനെ ഒരു സംരക്ഷണമായിട്ട് പേരൻറ് സ്റ്റോക്കായിട്ട് വളർത്തുകയാണ്. അത്യാവശ്യം സുഹൃത്തുക്കൾ ചോദിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ വളർത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സർവീസ് ജീവിതം കഴിഞ്ഞപ്പോൾ കുറച്ച് വിപുലമായ രീതിയിൽ ആടിനെ വളർത്താൻ തീരുമാനിച്ചുകൊണ്ട് ഇത്രയും എണ്ണങ്ങൾ കൂട്ടിയിരിക്കുന്നത്. എന്താണെങ്കിലും വളരെ വിജയപ്രദമായി നടത്താൻ സാധിച്ചതിൽ എൻ്റെ സുഹൃത്തിൻ്റെ പ്രചോദനം എനിക്ക് വളരെ ഒരു ഇൻസ്പിറേഷനായിട്ടുണ്ട്. അദ്ദേഹത്തോടാണ് എനിക്ക് നന്ദി പറയേണ്ടത്. എന്താണെങ്കിലും വളരെ ഭംഗിയായി പോകുന്നു. വളരെ അപൂർവമായ ഒരു പ്രസവത്തിൽ 5 ആട്ടിൻകുട്ടികളെ കിട്ടിയതിൽ ഞാൻ വളരെ സന്തുഷ്ടനുമാണ്. തൊടുപുഴയിലെ NDA സ്ഥാനാർത്ഥി P. ശ്യാംരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കോലാനിയിൽ കുടുംബസംഗമം നടന്നു. വടക്കുംപുറം കമലാധരന്റെ വീട്ടിൽ നടന്ന കുടുംബസംഗമത്തിൽ വാർഡ് കൗൺസിലർ കവിത വേണു അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ജിതേഷ്, വിഷ്ണു, രാജേഷ് PS, PV അനൂപ്, R. റജി, ശ്രീജിത്ത് മുല്ലശ്ശേരിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. മഹിളകളുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായി. സ്ഥാനാർത്ഥി ശ്യാംരാജ് സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. നമ്മൾ വന്ന സമയത്ത് തന്നെ തീരുമാനമെടുത്തത് വിജയത്തിൽ കുറഞ്ഞ് യാതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയായിരുന്നു. ഇപ്പോൾ ഈ നിമിഷം വരെ കാര്യങ്ങൾ അതിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൻ്റെ ഒരു ആനുകൂല്യം LDFനും UDFനും കിട്ടിയെങ്കിലും നിലവിലൊരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതിയാണ് ജനങ്ങൾക്കിടയിലും അതോടൊപ്പം തന്നെ മറ്റു മുന്നണികൾക്കിടയിലും ഉള്ളത്. ഇപ്പോൾ ഇന്നലെ കിട്ടിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് LDF ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് കനയ്യകുമാറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നു. അവർ ട്രൈ ചെയ്യുന്നു, വരുമോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. അതിനർത്ഥം അവർ നമ്മളെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു തന്നെയാണ്. പലയിടങ്ങളിലും ചെന്ന് കഴിയുമ്പോൾ അവിടങ്ങളിലെ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്വീകരണങ്ങൾ, അവിടുത്തെ ആളുകളുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും NDAക്ക് BJPക്ക് ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്വാധീനമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജയിക്കും എന്നുള്ള നമുക്ക് വലിയൊരു അനുകൂല തരംഗമുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ തരംഗത്തെ നമ്മൾ എങ്ങനെ വോട്ടാക്കി മാറ്റും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ജനങ്ങൾക്കിടയിൽ ഒരു കാര്യം നമ്മുടെ പ്രവർത്തകരാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം തുറന്നു പറയുന്നു, തരംഗമുണ്ടാവും. 6-ാം തീയതി വോട്ടെണ്ണുമ്പോൾ വോട്ട് ചെയ്യുന്ന സമയത്ത് ആ തരംഗത്തെ വോട്ടാക്കി മാറ്റുവാൻ കൂടി നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചിലപ്പോൾ ആളുകൾക്ക് നമുക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചിലപ്പോൾ അവർക്ക് വരാനൊരു മടിയാണ്, ചിലപ്പോൾ ഒരാൾക്കിടന്ന് ഉറങ്ങാൻ തോന്നിപ്പോകും. അപ്പോൾ ഓരോ ആളുകളെയും കണ്ടുപിടിച്ച്, പ്രത്യേകിച്ച് നമുക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവരെ ബൂത്തിലെത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കുളമാവ് നെല്ലിക്കപ്പറ സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് കാഴ്ചയുടെ അത്ഭുതങ്ങൾ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയ പ്രദേശത്തെ ടൂറിസം കേന്ദ്രമാക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. ഒരു വിദഗ്ധനായ കലാകാരൻ ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ അതിമനോഹരമായിരിക്കുകയാണ് നെല്ലിക്കപ്പാറ. കുളമാവിനോട് ചേർന്ന് പ്രകൃതിസുന്ദരമായ ഇതുപോലൊരു സ്ഥലമുള്ള വിവരം പുറം ലോകത്തുള്ള അധികം ആളുകൾക്ക് അറിയത്തില്ല. കുളമാവ് അണക്കെട്ടിലെ വെള്ളം കരയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം ആരെയും ആകർഷിക്കും. മഴക്കാലത്ത് വെള്ളം കയറി കിടക്കുന്ന പ്രദേശം വേനലാകുന്നതോടെ ജലം പിൻവാങ്ങുമ്പോൾ പച്ച പുതുപ്പണിയും. ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന സ്ഥലം കുട്ടികൾക്കും ഉല്ലാസത്തിനും വക നൽകുന്നു. നെല്ലിക്കപ്പാറ നല്ല സ്ഥലമാണ്. വെള്ളത്തിലൊക്കെ കളിക്കാൻ പറ്റി. ഇവിടെ ഫുട്ബോളൊക്കെ കളിക്കാനൊക്കെ സ്ഥലമൊക്കെയാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇവിടെ സദാസമയവും വീശുന്ന തണുത്ത കാറ്റ് വേനൽ ചൂടിനെ അകറ്റി നിർത്തുന്നു. വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഏറെ വിനോദസഞ്ചാര സാധ്യതകളുള്ള ഈ പ്രദേശം ഇക്കോ ടൂറിസം കേന്ദ്രമായി വളർത്തണമെന്ന് സഞ്ചാരികൾ പറയുന്നു. ഇത് കുളമാവ് നെല്ലിക്കപ്പാറ എന്ന സ്ഥലമാണ്. വളരെ മനോഹരമായ സ്ഥലമാണ്. നല്ല പച്ച പുതച്ച് കിടക്കുന്ന നല്ല ഒരു സ്ഥലമാണ്. ഇടുക്കി ഡാമിൻ്റെ വിൻഡോയിനോട് അനുബന്ധിച്ചുള്ള ഭാഗമാണിത്. ഇങ്ങോട്ട് വരുന്നതിനുള്ള റോഡ് ഗതാഗതം വളരെ മോശമാണ്. അതൊന്ന് നന്നാക്കുമായിരുന്നെങ്കിൽ ഒത്തിരി ടൂറിസ്റ്റിന് വരാൻ പറ്റിയ നല്ല സ്ഥലമാണ്. അതുപോലെ വനം വകുപ്പിൻ്റെ അധീനതയിലുള്ള സ്ഥലമായതിനാൽ ഇവിടെ കുറച്ച് കുട്ടികൾക്ക് വേണ്ടി വിനോദത്തിനുള്ള എന്തെങ്കിലുമോ അല്ലെങ്കിൽ ഒരു ചേറുമാടം കെട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഒത്തിരി ധാരാളം വിനോദസഞ്ചാരികൾ വരികയും നമ്മുടെ ഒരു വരുമാന മാർഗമാകും. കുളമാവ് ടൗണിൽ നിന്നും 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നെല്ലിക്കപ്പാറയിലെത്താം. ജലവിനോദത്തിന് ഉൾപ്പെടെയുള്ള സാധ്യതകൾ പരിശോധിച്ച് പ്രദേശത്തെ മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ്.
പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്കൊപ്പം തൊടുപുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി MD തോമസും പ്രചരണത്തിൽ സജീവമായി. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളോടൊപ്പം തൊടുപുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി MD തോമസും പ്രചാരണത്തിൽ സജീവമായി. വികസന കാര്യങ്ങളിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന തൊടുപുഴയുടെ കിഴക്കൻ മേഖലയിൽ നിന്നും ഒരു പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന ആവശ്യമുയർത്തിയാണ് MD തോമസ് പ്രചാരണം ഊർജിതമാക്കിയത്. CCTV ക്യാമറയാണ് ചിഹ്നം. സംഘടിതമായ പ്രചാരണത്തിന് സാമ്പത്തിക പ്രയാസങ്ങളുള്ളതിനാൽ പരസ്യ പ്രചാരണ രീതികളിൽ പുറകിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് സ്ഥാനാർത്ഥി. ആയിരത്തി 1996-ലും 2006-ലും തൊടുപുഴയിൽ നിന്നും ജനവിധി തേടിയിട്ടുള്ള MD തോമസ് കരിമണ്ണൂർ ചേറാടി സ്വദേശിയാണ്. തപസ്യ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ദേവരാജൻ മാസ്റ്റർ അനുസ്മരണവും സംഗീത സന്ധ്യയും നടത്തി. കാർസ് വില്ലേജ് സ്ക്വയറിൽ നടന്ന സംഗീത സന്ധ്യ RK ദാസ് ഉദ്ഘാടനം ചെയ്തു. തപസ്യ കലാസാഹിത്യവേദി തൊടുപുഴ താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനശ്വര സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്ററുടെ അനുസ്മരണവും സംഗീത സന്ധ്യയും സംഘടിപ്പിച്ചു. ദേവരാഗം എന്ന പേരിൽ നടത്തിയ പരിപാടി ഗാനരചയിതാവും സാംസ്കാരിക പ്രവർത്തകനുമായ RK ദാസ് മലയാറ്റിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ദ്രിയങ്ങളിലതു പടരുന്നു പകൽക്കിനാവിൻ പനി നീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്നഗന്ധം. ഈ ഈണം ഒരു ഈ ഈണത്തിനായിരുന്നില്ല അത്രേ ആദ്യം ദേവരാജൻ മാഷ് ഇതിന് നൽകിയത്. അത് ദേവരാജൻ മാഷ് എടുത്തൊരു ഗാനം ശരിയല്ല അല്ലെങ്കിൽ ആ ട്യൂൺ മാറ്റണം എന്ന് പറയാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ IV ശശിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പം IV ശശി അത് ശരിക്കും പ്രയോജനപ്പെടുത്തുകയും ഇതിൻ്റെ ട്യൂണ് അദ്ദേഹം ആദ്യം കമ്പോസ് ചെയ്ത ട്യൂൺ മാറ്റി വേറൊന്നും ചെയ്യണം എന്നാവശ്യപ്പെട്ടനുസരിച്ചാണ് ഈ ട്യൂൺ വന്നത്. പക്ഷേ ഈ ട്യൂണിൽ അദ്ദേഹം ആദ്യം കമ്പോസ് ചെയ്ത ആ ട്യൂണ് കളയുവാനും IV ശശിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതേ ട്യൂൺ അദ്ദേഹം മറ്റൊരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു സിനിമയിൽ ഉപയോഗിച്ചു. അന്ന് എഴുതിയത് വിച്ചു തിരുമലയായിരുന്നത് മാത്രം. ആ ഗാനമാണ് പ്രണയ സരോവര തീരം എന്ന് പറയുന്ന ഗാനം. അത് ഏത് ട്യൂണിട്ടാലും ആ ഗാനത്തെ വാനോളം ഉയർത്തുവാൻ കഴിയുന്ന ഒരു സിദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് നിശ്ചയമാണ്. തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ്, ജില്ലാ പ്രസിഡന്റ് VK സുധാകരൻ, കാർസ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കൽ, തപസ്യ ജില്ലാ ഖജാൻജി സന്തോഷ് ബാബു, താലൂക്ക് സെക്രട്ടറി PS തുളസീധരൻ പിള്ള എന്നിവരും പ്രസംഗിച്ചു. ഏപ്രിൽ 1 വ്യാഴാഴ്ച വൈകിട്ട് കാർസ് വില്ലേജ് സ്ക്വയറിൽ നടന്ന സംഗീത സന്ധ്യയിൽ തൊടുപുഴയിലെ 30ഓളം ഗായകർ ദേവരാജൻ മാസ്റ്റർ ഈണമിട്ട ഗാനങ്ങൾ ആലപിച്ചു. കോവിഡ് പോസിറ്റീവിന്റെ പേരിൽ തനിക്കെതിരെ ചിലർ നടത്തുന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് തൊടുപുഴയിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ KA ആന്റണി പറഞ്ഞു. കോവിഡ് ബാധിതനായി എന്നറിഞ്ഞ് ഉടനെ തന്നെ ഞാൻ പ്രചരണ പരിപാടികൾ നിർത്തുകയും ഹോം ക്വാറന്റൈനിൽ പ്രവേശിക്കുകയും ചെയ്തു. മറിച്ചുള്ള എല്ലാ പ്രചാരണങ്ങളും അടിസ്ഥാനരഹിതമാണ്, വാസ്തവവിരുദ്ധമാണ്. കോവിഡ് ബാധിതനാകുന്നതിന് മുമ്പേ തന്നെ എല്ലാ പ്രദേശങ്ങളുമായും ഞാൻ നേരിട്ട് ബന്ധപ്പെടേണ്ട മുഴുവൻ സ്ഥലങ്ങളിലും ഞാൻ ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ പ്രചരണ പരിപാടികൾ മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട്. എനിക്ക് ഫോണിലൂടെ എൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും. അതിനുള്ള ആരോഗ്യവും നിലവിലുണ്ട്. ഇടുക്കിയിലെ NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പര്യടനം നടത്തി. വെൺമണിയിൽ നിന്ന് ആരംഭിച്ച പര്യടന പരിപാടികൾ BDGS ജില്ലാ പ്രസിഡന്റ് V. ജയേഷ് ഉദ്ഘാടനം ചെയ്തു. മാറി മാറി വരുന്ന മുന്നണികൾ ഇടുക്കി ജില്ലയെ അവഗണിക്കുകയാണെന്നും ജില്ലയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ഇതിന്റെ തെളിവാണെന്നും ഇടുക്കിയിലെ NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു. ഇതൊക്കെ നമുക്ക് ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട്. ഇത്രയും നാൾ ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ടായിട്ടും
ഒരു നല്ലൊരു റോഡ് പോലും അടുത്തേക്ക് എത്തിക്കാനായിട്ട് സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഒറ്റ മനസ്സോടെ ഒരേ മനസ്സോടെ കൂടെ മുന്നേറേണ്ടതുണ്ട്. അതിന് ദേശീയ ജനാധിപത്യത്തിന്റെ സഖ്യത്തിന്റെ പ്രതിനിധിയായി നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഇവിടെ എനിക്കൊരു അവസരം നൽകേണ്ടതാണ്. BDJS ജില്ലാ പ്രസിഡന്റ് V. ജയേഷ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വരിക്കമുത്തൻ, മൈലപ്പുഴ, പഴയരിക്കണ്ടം, കഞ്ഞിക്കുഴി, ചേലച്ചൂട് എന്നീ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കാമാക്ഷി പഞ്ചായത്തിൽ പര്യടനം നടത്തി. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ സ്വീകരണ പരിപാടികൾക്ക് യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് അനന്തു മങ്കാട്ടിൽ, BDJS ജില്ലാ സെക്രട്ടറി പാർത്ഥേഷൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു അഭയൻ, NDA നേതാക്കളായ സുരേഷ് മീനത്തേരി, ഷാജി കല്ലാറ, അനിൽ മങ്കുവ, സ്മിത ദീപു എന്നിവർ പ്രസംഗിച്ചു. പ്രമുഖ വ്യക്തികളെ കണ്ട് വോട്ടഭ്യർത്ഥിച്ച് NDA സ്ഥാനാർത്ഥി P. ശ്യാംരാജ്. ദുഃഖവെള്ളിയാഴ്ച വാഹന പ്രചാരണ പര്യടനം ഒഴിവാക്കി NDA സ്ഥാനാർത്ഥി P. ശ്യാംരാജ് പ്രമുഖ വ്യക്തികളെ കാണാനാണ് ദിവസം ചെലവഴിച്ചത്. പ്രമുഖ വ്യക്തികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച NDA സ്ഥാനാർത്ഥി P. ശ്യാംരാജ്. ദുഃഖവെള്ളിയാഴ്ച വാഹന പ്രചാരണ പര്യടനം ഒഴിവാക്കിയ NDA സ്ഥാനാർത്ഥി P. ശ്യാംരാജ് പ്രമുഖ വ്യക്തികളെ കാണാനാണ് ദിവസം ചെലവഴിച്ചത്. രാവിലെ വെള്ളിയാമറ്റം, പൂമാല മേഖലകളിൽ ആദിവാസി മൂപ്പന്മാരും സംഘടനാ നേതാക്കളുമൊക്കെയായി പ്രമുഖരെ കണ്ട് പിന്തുണയും വോട്ടും അഭ്യർത്ഥിച്ചു. തുടർന്ന് മൂലമറ്റം, കുളമാവ്, വെണ്ണിയാനി ഭാഗങ്ങളിലെ പട്ടികജാതി മേഖലയിലെത്തി പ്രമുഖരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സന്ദേശം പകരുന്ന വിശുദ്ധ വാരാചരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ദുഃഖവെള്ളി ദിനത്തിൽ ജില്ലയിലെ പള്ളികളിലെ വിശ്വാസികൾ പരിഹാര പ്രദക്ഷിണവും കുരിശുമല തീർത്ഥാടനവും നടത്തി. പണിക്കൻകുടി സെന്റ് ജോൺ മരിയ വിയാനി പള്ളിയിൽ നിന്നും കാറ്റാടിപ്പാറ മലയിലേക്ക് പരിഹാര പ്രദക്ഷിണം നടത്തി. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം പകരുന്ന വിശുദ്ധ വാരാചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ദുഃഖവെള്ളി ദിനത്തിൽ ജില്ലയിലെ പള്ളികളിലെ വിശ്വാസികൾ പരിഹാര പ്രദക്ഷിണവും കുരിശുമല തീർത്ഥാടനവും നടത്തി. പണിക്കൻകുടി സെന്റ് ജോൺ മരിയ വിയാനി പള്ളിയിൽ നിന്നും കാറ്റാടിപ്പാറ മലയിലേക്ക് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത പരിഹാര പ്രദക്ഷിണം നടത്തി. പാപകണം കാരണമായ കാരുണ്യത്തോടെ ഞങ്ങളെ നീ വിധിച്ചിടും നാളെ. ഇടവക വികാരി ഫാദർ ടോമി ആനിക്കുഴിക്കാട്ടിൽ സന്ദേശം നൽകി. ഫാദർ സെബാസ്റ്റ്യൻ വട്ടത്തറയിൽ, മത അധ്യാപകർ, പാരീഷ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. സ്വർഗീയ പിതാവിന്റെ ഹിതം നിറവേറ്റാൻ മനുഷ്യവർഗത്തെയോടുള്ള അത്യഗാധമായ സ്നേഹം നിമിത്തം ഏതറ്റം വരെയും തന്റെ ജീവൻ വരെ ബലികഴിക്കാൻ തയ്യാറായി, ഏത് അപമാനങ്ങളും ഏത് പീഡകളും സഹിക്കാൻ തയ്യാറായി തന്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ഒരു നസ്രായൻ. ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും എന്നതാണ്. കാറ്റാടിപ്പാറ ടൂറിസം കേന്ദ്രത്തിൽ വൻതോതിൽ കോഴി വേസ്റ്റ് തള്ളിയ നിലയിൽ. കൊന്നത്തടി പഞ്ചായത്തിലെ പണിക്കൻകുടി കാറ്റാടിപ്പാറ ടൂറിസം കേന്ദ്രത്തിൽ വ്യാഴാഴ്ച രാത്രിയിൽ വൻതോതിൽ കോഴി മാലിന്യങ്ങൾ സാമൂഹ്യവിരുദ്ധർ നിക്ഷേപിച്ചു. കാറ്റാടിപ്പാറ ടൂറിസം കേന്ദ്രത്തിൽ വൻതോതിൽ കോഴി വേസ്റ്റ് തള്ളിയ നിലയിൽ. കൊന്നത്തടി പഞ്ചായത്തിലെ പണിക്കൻകുടി കാറ്റാടിപ്പാറ ടൂറിസം കേന്ദ്രത്തിൽ വ്യാഴാഴ്ച രാത്രിയിൽ വൻതോതിൽ കോഴി മാലിന്യങ്ങൾ സാമൂഹ്യ വിരുദ്ധർ നിക്ഷേപിച്ചു. കാറ്റാടിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇവിടെ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച മല കയറാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്, ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ വരുന്ന നാട്ടുകാർ വരുന്ന സ്ഥലത്ത് ഇവിടെ കോഴി വേസ്റ്റ് കണ്ടമാനായിട്ട് കൊണ്ട് തട്ടേക്കണം. ഇവിടെ മനുഷ്യർക്ക് ആർക്കും നിൽക്കാൻ പറ്റുന്ന ഭയങ്കര മണമാണ്. അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരെല്ലാവരും കൂടെ കൂടി മണ്ണൊക്കെ വെട്ടിയിട്ട് മൂടിയിട്ടിരിക്കുകയാണ്. അവധി ദിനങ്ങളോടനുബന്ധിച്ച് നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്ന ഇവിടെ ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ സമീപത്തെ പള്ളികളിൽ നിന്നും കുരിശുമല കയറ്റവും സംഘടിപ്പിച്ചിരിക്കുമ്പോഴാണ് മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തി നടപടി കൈക്കൊള്ളുമെന്ന് വാർഡ് മെമ്പർ ജോബി ജോസഫ് പറഞ്ഞു. കാറ്റാടിപ്പാറ കൊന്തടി പഞ്ചായത്തിലെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രമാണ്. ദുഃഖവെള്ളിയാഴ്ച ഈസ്റ്റർ ആയി ബന്ധപ്പെട്ടൊക്കെ നിരവധി ആളുകൾ ഇവിടെ സന്ദർശനത്തിനെത്തുകയും ഇവിടെ ഭംഗി ആസ്വദിക്കുകയും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പള്ളികളിൽ നിന്നുള്ള കുരിശുമലകയറ്റം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനെ തുടർന്ന് ഇന്ന് ഇവിടെ കാണപ്പെട്ട വേസ്റ്റ്, കോഴി വേസ്റ്റ് കൊണ്ടുപോയി തള്ളിയിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അത് ആരാണ് ചെയ്തതെങ്കിലും അതിന് അന്വേഷിച്ച് കൃത്യമായ ആളെ കണ്ടെത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കും. കൂടാതെ
ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് എടുക്കുന്നതായിരിക്കും. മേലിൽ ഇത്തരം ആവർത്തിക്കുന്ന ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കുന്നതായിരിക്കും. മുതലക്കോടം ചൂനാട് ഫ്യൂവൽസിൽ ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ജോണി നിർവഹിച്ചു. മിനിമം 100 രൂപയ്ക്കുള്ള ഇന്ധനം നിറയ്ക്കുന്നവർക്കാണ് കൂപ്പൺ നൽകിയിരുന്നത്. പ്രവർത്തന മികവുകൊണ്ട് തൊടുപുഴയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പമ്പായിട്ട് ചൂനാട് ഫ്യൂവൽസ് മാറിയിരിക്കുകയാണ്. നിസ്വാർത്ഥമായ സ്നേഹവും സേവനവും ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ട് തൊടുപുഴയിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ സേവനം നൽകുന്നതോടൊപ്പം മറ്റുള്ളവരെ സേവിക്കുന്നതിനും അവരുടെ ഇല്ലായ്മകൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതിനും വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് നീങ്ങിയാണ് നമ്മുടെ ഗണേശൻ കുടുംബവും. പമ്പിലെ ജീവനക്കാരെ തൻ്റെ കുടുംബാംഗങ്ങളെ പോലെ കാണുകയും സ്വന്തം നാട്ടുകാരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഈ പമ്പിൻ്റെ ഉടമ ഗണേശന് കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. അതോടൊപ്പം കൂടുതൽ തൻ്റെ ബിസിനസ്സിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന്. മരിയാപുരം CSI കുന്നിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കുടുംബയോഗം നടന്നു. ഫ്രാൻസിസ് ജോർജിന്റെ വിജയം ഉറപ്പാക്കുവാൻ ലക്ഷ്യമിട്ട് നടന്ന കുടുംബയോഗത്തിൽ പ്രാദേശിക പ്രശ്നങ്ങൾ ജനങ്ങൾ സ്ഥാനാർത്ഥിയുമായി പങ്കുവച്ചു. മരിയാപുരം പഞ്ചായത്ത് 1-ാം വാർഡ് ഉൾപ്പെടുന്ന CSI കുന്നിലാണ് ഫ്രാൻസിസ് ജോർജിന്റെ വിജയത്തിന് ആഹ്വാനം ചെയ്ത് കുടുംബയോഗം ചേർന്നത്. അമ്പടമാക്കൽ ബിജുവിന്റെ ഭവനത്തിൽ ചേർന്ന കുടുംബയോഗത്തിൽ പ്രദേശവാസികൾ പ്രാദേശിക വിഷയങ്ങൾ സ്ഥാനാർത്ഥിയുമായി പങ്കുവച്ചു. ഫ്രാൻസിസ് ജോർജ് MP ആയിരിക്കുമ്പോഴാണ് പ്രദേശത്തേക്ക് ആദ്യമായി റോഡിനായി തുക അനുവദിച്ചത്. അറ്റകുറ്റപ്പണികൾ നടത്താതായതോടെ റോഡ് പൊളിഞ്ഞ യാത്രാ ദുരിതമായിരിക്കുകയാണ്. കുടിവെള്ളം ഉൾപ്പെടെ പ്രദേശവാസികൾ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. MPO MLA ഒരു ഫണ്ട് അനുവദിച്ച് റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ മെയിൻ്റനൻസ് ജോലി ചെയ്യേണ്ടത് പഞ്ചായത്തുകളാണ്. അങ്ങനെയാണ് അതിൻ്റെ നിയമം. കാരണം MP മാർക്കോ MLA മാർക്കോ വാസ്തവത്തിൽ ഈ മെയിൻ്റനൻസ് പരിപാടികൾക്ക് ഫണ്ട് കൊടുക്കാൻ അനുവാദമില്ല. ഒരിക്കലും ഒരു ഇംഗ്ലീഷിൽ അസറ്റ് എന്ന് പറയും, ഒരു ആസ്തി നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ലോക്കൽ പഞ്ചായത്താണ് ഇത് ചെയ്യേണ്ടത്. പിന്നീട് പഞ്ചായത്തുകാരൊന്നും ചെയ്യാതെ ഒന്നതാണ് ഇങ്ങനെ നീണ്ടുപോയത്. എന്തുമാകട്ടെ, നമുക്ക് ഈ റോഡിൻ്റെ ബാക്കി കാര്യങ്ങൾ തീർക്കാനുള്ളത് ഈ CSI കുന്ന് LP സ്കൂൾ റോഡ് അല്ലേ, അത് നമുക്ക് ഏറ്റെടുക്കാം, നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കുടിവെള്ള പദ്ധതി ഇപ്പോൾ വാഴത്തോപ്പ് വരെ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതി വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ഇത് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. പാലത്തിൻ്റെ വരെയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും പ്രത്യേകം നോക്കിക്കൊള്ളാം. ലാലു കുമ്മണിയിൽ, സണ്ണി പുൽക്കുന്നേൽ, തങ്കച്ചൻ ജോസഫ്, സണ്ണി പൂവത്തിങ്കൽ, ചാക്കോ കൂടത്തിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും 2021-22 വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പും തൊടുപുഴ വിനായക ഓഡിറ്റോറിയത്തിൽ നടന്നു. തെരഞ്ഞെടുപ്പിൽ കേരള ബാഡ്മിന്റൺ അസോസിയേഷനിൽ നിന്നും മുഹമ്മദ് താരിഫും ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് KL ജോസഫും നിരീക്ഷകരായിരുന്നു. ഇടുക്കി ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും 2021-22 വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പും തൊടുപുഴ വിനായക ഓഡിറ്റോറിയത്തിൽ നടന്നു. യോഗത്തിൽ രക്ഷാധികാരിയായി മൈക്കൽ ജോസഫ്, പ്രസിഡന്റായി അഡ്വക്കേറ്റ് റെനീഷ് മാത്യു, സീനിയർ വൈസ് പ്രസിഡന്റായി സൈജൻ സ്റ്റീഫൻ എന്നിവരെയും വൈസ് പ്രസിഡന്റുമാരായി KS അജി, ഷിജു മാത്യു, ഷമീം കാസിം, രാജേഷ് ബാബു PS, സെക്രട്ടറിയായി ബിലീഷ് സുകുമാരൻ, ജോയിന്റ് സെക്രട്ടറിയായി തോമസ് സേവ്യർ, ട്രഷററായി സുധീർ കുമാർ എന്നിവരെയും തെരഞ്ഞെടുത്തു. മെമ്പർ അഡ്വൈസർ അഡ്വക്കേറ്റ് സൂരജ് S ശിവൻ, സ്പോർട്സ് കൗൺസിൽ നോമിനി ജേസൺ B ജോസഫ്, KBSI നോമിനി സൈജൻ സ്റ്റീഫൻ, ബിലീഷ് സുകുമാരൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ജേസൺ B ജോസഫ്, ആന്റണി ജോസഫ്, PK ശ്രീകുമാർ, ജയേഷ് ചന്ദ്രൻ, ജേസൺ വർഗീസ് എന്നിവരെയും തെരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പിൽ കേരള ബാഡ്മിന്റൺ അസോസിയേഷനിൽ നിന്നും മുഹമ്മദ് താരിഫും ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നിന്നും KL ജോസഫും നിരീക്ഷകരായിരുന്നു. നേതൃത്വത്തിന്റെ അവഗണന മൂലം കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി രാജിവെച്ചു. വിൽസൺ നെടുങ്കല്ലനാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് NCPയിൽ ചേർന്നത്. വിൽസൺ നെടുങ്കല്ലൻ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. 40 വർഷക്കാലമായി KSU യൂത്ത് കോൺഗ്രസ് പാർട്ടിയിലെ വിവിധ സ്ഥാനമാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. PC ചാക്കോയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് NCPയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. കോൺഗ്രസ് നേതാക്കന്മാരുടെ ഗ്രൂപ്പുകളി രാഷ്ട്രീയത്തിന് ബലിയാടാണ് താൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എന്നെ അറിയാൻ പാടില്ലാത്തൊരു കോൺഗ്രസ്സുകാരനില്ല. അവിടെ നടക്കുന്ന എല്ലാ മണ്ഡലം കമ്മിറ്റികളിലും ബൂത്ത് കമ്മിറ്റികളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു പ്രവർത്തനമായിരുന്നു. പക്ഷേ കോൺഗ്രസ് പാർട്ടി എന്നോട് ഭയങ്കരമായ അവഗണനയാണ് ചെയ്തത്.
ഇത്ര കാലമായി 40 വർഷം പ്രവർത്തിച്ചിട്ട് ഒരു പഞ്ചായത്തിലേക്ക് പോലും മത്സരിക്കാൻ എനിക്ക് സീറ്റ് തന്നില്ല. അവിടെ സൊസൈറ്റിയിലേക്ക് പോലും മത്സരിക്കാൻ എനിക്ക് സീറ്റ് തന്നില്ല. ഇതെല്ലാം ഗ്രൂപ്പ് നേതാക്കന്മാരുടെ പ്രവർത്തനമാണ്. ഇവിടെ A+I അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസ് അല്ല, ഗ്രൂപ്പ് പ്രവർത്തനമാണ് നടക്കുന്നത്. ആരാണ് ആ ഗ്രൂപ്പിലുള്ളത്, ഏത് നേതാക്കന്മാരാണ് ആ ഗ്രൂപ്പിലുള്ളത്, അവർക്കാണ് സീറ്റ് കിട്ടുകയും എന്ന് ചെയ്യുന്നത്. പ്രവർത്തനം ഇവിടെ പാരമ്പര്യമല്ല, പ്രവർത്തനം ഇവിടെ വിഷയമല്ല. കോൺഗ്രസ് പ്രവർത്തിച്ചു എന്ന് പറയുന്നതല്ല, ഗ്രൂപ്പ് നേതാക്കന്മാരെ എങ്ങനെ സുഖിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ മാനദണ്ഡം മത്സരിക്കാൻ കിട്ടുന്നതിൻ്റെ ഒക്കെ. എനിക്ക് ശേഷം ഇന്ന് ഒട്ടേറെ നേതാക്കന്മാർ ഇന്നലെകളിൽ വന്നിട്ടുള്ള കേരള കോൺഗ്രസ് വന്നിട്ടുള്ളവരൊക്കെ പല സ്ഥാനമാനങ്ങൾ നേടി പോയിട്ടുണ്ട്. അതെല്ലാം ഈ ഗ്രൂപ്പ് നേതാക്കന്മാരുടേതായിരുന്നു. എന്നെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നതും എന്നെ കൈപിടിച്ച് ഉയർത്തിയതും ശ്രീ പി.സി. ചാക്കോയാണ്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹം ഡൽഹിയിലും സോണിയാഗാന്ധിയുടെ കൂട്ടത്തിലും രാജീവ് ഗാന്ധിയുടെ കൂട്ടത്തിലും രാഹുൽ ഗാന്ധിയുടെ കൂട്ടത്തിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒട്ടേറെ സ്ഥാനമാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ പോലും അവഗണിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഈ കോൺഗ്രസ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ നേതാക്കന്മാരും പ്രവർത്തകരും താമസിയാതെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് വിടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒട്ടേറെ വേദനിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകന്മാർ ഇന്ന് ഈ പാർട്ടിയിലുണ്ട്. സീറ്റ് കിട്ടാത്തവരും ഒക്കെ ആയിട്ടുള്ളവർ, അവരൊക്കെ ഈ 6-ാം തീയതി കഴിയുന്നതോടുകൂടി ഈ മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിൽ 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാരും നിരവധി നേതാക്കന്മാരും NCP ചേരാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അവർ വരാത്തത് ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മിറ്റിയിൽ അവർ സ്ഥാനങ്ങൾ വഹിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ കടന്നു വരാത്തത്. 6-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും ഇങ്ങോട്ട് കടന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഞാൻ ഈ പി.സി. ചാക്കോയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം NCPയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പിന്തുണ ഉണ്ടാവണം എന്ന് മാത്രം പറയുന്നു. ഇനി ഒരു ഗാനം. എറണാകുളം ജില്ലയിലെ മാഞ്ഞാലി ചെറുകടപ്പുറ സ്വദേശി സാജു കെന്നഡി പാടുന്നു. മഹിമയോടെ നാദമുയർത്തുന്നു, മുറിവുകളാൽ മൂടിയ മേദാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു, പൊന്നോളിൽ കല്ലറമിന്നുന്നു. മഹിമയോടെ നാദമുയർത്തുന്നു, മുറിവുകളാൽ മൂടിയ മേദാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. തിരുശിരത്തിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാലിരണിയുന്നു, കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. തിരുശിരത്തിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാലിരണിയുന്നു, കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു, പൊന്നോളിൽ കല്ലറമിന്നുന്നു. മഹിമയുടെ നാദമുയർത്തുന്നു, മുറിവുകളാൽ മൂടിയ മേദാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. മുഖപൊന്നും മരണത്താഴ്വരയിൽ പുതുജീവൻ കൂന്തലിരണിയുന്നു, മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. മുഖപൊന്നും മരണത്താഴ്വരയിൽ പുതുജീവൻ കൂന്തലിരണിയുന്നു, മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു, പൊന്നൊളിയിൽ
നിറപോലും പ്രഭയിൽ മുഴുകുന്നു. ഇടുക്കി ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലെയും പോളിംഗ് ബൂത്തുകളിലേക്കുള്ള കോവിഡ് പ്രതിരോധ സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. ജില്ലാ മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാർ കൃത്യതയോടെ ജോലി ചെയ്താണ് കിറ്റുകൾ തയ്യാറാക്കിയത്. ഇടുക്കി ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലെയും പോളിംഗ് ബൂത്തുകളിലേക്കുള്ള കോവിഡ് പ്രതിരോധ സാമഗ്രികളുടെ വിതരണം പൂർത്തിയായതായി ഡെപ്യൂട്ടി DMO PK സുഷമ അറിയിച്ചു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ നൽകിയ സാനിറ്റൈസർ, മാസ്ക്, ഗ്ലൗസ്, ഫേസ് ഷീൽഡ്, മാലിന്യം ശേഖരിക്കുവാനുള്ള പ്ലാസ്റ്റിക് സഞ്ചികൾ എന്നിവ പ്രത്യേകം കിറ്റുകളിലാക്കിയാണ് വിതരണം നടത്തുന്നത്. ജില്ലയിൽ 1292 ബൂത്തുകളാണുള്ളത്. ഒരു ബൂത്തിൽ 10 കിറ്റുകൾ വീതം നൽകും. ജില്ലയിൽ 12,920 കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. വേണ്ട രീതിയിൽ പാക്ക് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം KMCL നിന്ന് ഡയറക്റ്റ് കലക്ടറേറ്റിൽ ഡിസ്ട്രിക്ട് കലക്ടറുടെ നേതൃത്വത്തിലാണ് ഇത് ബൂത്തുകളിലോട്ട് ഡിസ്ട്രിബ്യൂഷൻ. ജില്ലാ മെഡിക്കൽ സ്റ്റോറിൽ തയ്യാറാക്കിയ കിറ്റുകൾ ജില്ലാ കളക്ടർക്ക് കൈമാറി. അവിടെ നിന്നുമാണ് പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിക്കുന്നത്. ഇതുകൂടാതെ സർക്കാർ നേരിട്ട് PP കിറ്റ്, IR തെർമോമീറ്റർ, ഗ്ലൗസ് എന്നിവയടങ്ങിയ കിറ്റുകളും ഓരോ പോളിംഗ് ബൂത്തുകളിലും എത്തിക്കും. ജില്ലാ മെഡിക്കൽ സ്റ്റോറിൽ കഴിഞ്ഞ 11 മുതൽ 18 വരെ ജീവനക്കാർ കൃത്യതയോടെ ജോലി ചെയ്താണ് കിറ്റുകൾ തയ്യാറാക്കിയത്. സമയത്തിന് മുന്നേ കിറ്റുകൾ തയ്യാറാക്കിയ ജീവനക്കാരെ ജില്ലാ കളക്ടറും DMOയും അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുന്നതിൽ ആശങ്ക. 2ാം തരംഗ മുന്നറിയിപ്പ് തള്ളിക്കളയരുതെന്ന് ആരോഗ്യ വിദഗ്ധർ. പ്രതിരോധ മാർഗങ്ങളല്ലാതെ പൊതു ഇടങ്ങളിൽ ജനം കൂട്ടം കൂടുന്നതാണ് കാരണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. രോഗികളുടെ എണ്ണം കൂടുന്നതോടൊപ്പം രോഗം പകരുന്നതിന്റെ വേഗവും കൂടുന്നതിനനുസരിച്ചാണ് 2ാം തരംഗം കണക്കാക്കുന്നത്. നിലവിൽ പ്രതിദിനം 2000 മുതൽ 2800 വരെയാണ് രോഗം സ്ഥിരീകരിക്കുന്ന കണക്ക്. കഴിഞ്ഞ ആഴ്ച ഇത് 1500-നും 2000-നും ഇടയിലായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും അല്ലാതെയും പ്രതിരോധ മാർഗങ്ങളില്ലാതെ പൊതു ഇടങ്ങളിൽ ജനം കൂട്ടം കൂടുന്നതാണ് കാരണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മാർച്ച് ആദ്യവാരം 4.5% മാസത്തിന്റെ മധ്യത്തിൽ 3.6 ആവുകയും പിന്നീട് 2.74 വരെ താഴുകയും ചെയ്തു. ഏപ്രിലിലെ ആദ്യ വ്യാഴാഴ്ച നിരക്ക് 5.15-ലെത്തി. വരും ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം കൂടാനാണ് സാധ്യത. കോവിഡ് പ്രതിരോധ മരുന്ന് ജനസംഖ്യയുടെ 10 മുതൽ 15% വരെ പേർക്കു മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. പ്രതിദിനം 4000 മുതൽ 5000 കേസുകൾ ഉണ്ടായാൽ അതിനെ 2ാം തരംഗത്തിന്റെ സൂചനയായി കണക്കാക്കാം. ഈ സാഹചര്യത്തിൽ രോഗം പകരുന്നതിന്റെ തോതും കൂടുതലായിരിക്കും. ജനങ്ങൾ കൂട്ടം കൂടാതിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വരയാടുകളുടെ പ്രജനനകാലവുമായി ബന്ധപ്പെട്ട് 2 മാസങ്ങൾക്ക് മുമ്പ് അടച്ച ഇരവികുളം ദേശീയോദ്യാനം വീണ്ടും സന്ദർശകർക്കായി തുറന്നു. ആദ്യ ദിവസം 1184 സന്ദർശകർ ഇരവികുളത്തെത്തി. മുൻപുണ്ടായിരുന്ന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സന്ദർശകരെ ഉദ്യാനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. വരയാടുകളുടെ പ്രജനനകാലവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ഡിസംബറിൽ ഇരവികുളം ദേശീയോദ്യാനം അടച്ചത്. കോവിഡ് അടച്ചിടലിന് ശേഷം ഏപ്രിൽ 1-ന് ഉദ്യാനം തുറന്നപ്പോൾ 1184 സന്ദർശകർ ഇരവികുളത്തെത്തി. രാവിലെ 8 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് സന്ദർശകർക്കുള്ള പ്രവേശന സമയം. ഇതുവരെ 80-ന് മുകളിൽ പുതുതായി പിറന്ന വരയാടിൻ കുഞ്ഞുങ്ങളെ ഉദ്യാനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നടക്കുന്ന കണക്കെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്കു മാത്രമേ പുതുതായി പിറന്ന വരയാടിൻ കുഞ്ഞുങ്ങളുടെ കണക്ക് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. പോയ വർഷം ഉദ്യാനത്തിൽ 100-നു മുകളിൽ കുഞ്ഞുങ്ങൾ പ്രജനനകാലത്ത് പിറന്നിരുന്നു. അടച്ചിടൽ കാലയളവിൽ പ്രവേശന കവാടത്തിന്റെ ഉൾപ്പെടെയുള്ള ചില മുഖമിനുക്കൽ ജോലികളും പാർക്കിൽ നടത്തിയിട്ടുണ്ട്. ഉദ്യാനം കൂടുതൽ മനോഹരമാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പ്രകൃതിയുമായി ഇഴചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള വിവിധ ജോലികളാണ് ഉദ്യാനത്തിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. അടച്ചിടലിന് ശേഷം ഉദ്യാനം തുറന്നതോടെ മൂന്നാറിലേക്കെത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥി PJ ജോസഫിനു വേണ്ടി യൂത്ത് കോൺഗ്രസ് നേതാവ് ചാണ്ടി ഉമ്മൻ തൊടുപുഴയിൽ പര്യടനം നടത്തി. സ്ഥാനാർത്ഥിയുടെ ചിഹ്നമായ ട്രാക്ടർ ഓടിച്ചാണ് പ്രചരണം നടത്തിയത്. തൊടുപുഴയിൽ ദുഃഖവെള്ളിയാഴ്ച കുരിശിന്റെ വഴി നടന്നു. വിവിധ ദേവാലയങ്ങളുടെ ആഭിമുഖ്യത്തിലാണ് പരിഹാര പ്രദർശനം നടത്തിയത്. റോഷി അഗസ്റ്റിൻ ഇപ്രാവശ്യവും പതിവ് തെറ്റിച്ചില്ല. ചക്കാമ്പുഴയിലെ വീട്ടിൽ നിന്നും മലയാറ്റൂർക്ക് കാൽനടയായി തീർത്ഥാടനം നടത്തി. വീട്ടിൽ കുടുംബാംഗങ്ങളോടൊപ്പം പെസഹ ഭക്ഷണവും കഴിച്ച ശേഷം രാമപുരം മൂവാറ്റുപുഴ വഴിയാണ് മലയാറ്റൂരിലെത്തിയത്. കുളമാവ് നെല്ലിക്കപ്പാറ സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് കാഴ്ചയുടെ അത്ഭുതങ്ങൾ.
അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി പ്രദേശത്തെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൊടുപുഴയിലെ NDA സ്ഥാനാർത്ഥി P. ശ്യാംരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കോലാനിയിൽ കുടുംബസംഗമം നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്. It's time to change. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ജുവൽ ജംഗ്ഷൻ, തൊടുപുഴ. എങ്ങനെ നോക്കിയാലും സുരക്ഷിതം. ഡ്യൂട്ടൺ LED ലൈറ്റിംഗ് ലൈവ്. 100% 916 BIS ഹോൾമാർക്ക് ജുവലറി, പറയംചാലിൽ ജുവലറി, ജ്യോതി ബസാർ, തൊടുപുഴ. അപ്പോ കല്യാണപ്പെട്ട് ഒന്ന് മതി. ആര് പറഞ്ഞു ഒന്ന് മതിയെന്ന്? ഇവിടെ പറഞ്ഞത്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു 7 വണ്ടേഴ്സ് ഇൻ സിൽക്ക്. പട്ടിലെ 7 സുന്ദര സൃഷ്ടികൾ ഒരുമിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബ്രൈഡൽ സീരീസ്. വിസ്മയിപ്പിക്കുന്ന ഒരു കഥയാകട്ടെ ഓരോ മംഗല്യവും. കല്യാൺ സിൽക്സ്. കരിമണ്ണൂരിൽ CBSE അംഗീകാരം കിട്ടിയ ആദ്യത്തെ സ്കൂൾ. 3 പതിറ്റാണ്ടിന്റെ വിദ്യാഭ്യാസ മികവ്. LKG മുതൽ 9ാം ക്ലാസ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിന്നേഴ്സ് ബ്രിങ്ങിങ് യു ദ പവർ ഓഫ് എഡ്യൂക്കേഷൻ. വിന്നേഴ്സ് പബ്ലിക് സ്കൂൾ, കരിമണ്ണൂർ. സുഭിക്ഷം കോഴിക്കറിക്കൂട്ടും മീൻകറിക്കൂട്ടും. സുഭിക്ഷം പാലാക്കാരുടെ രുചി രാജാവ്. സുഭിക്ഷത്തിന്റെ കറിപ്പൊടികളും പലഹാരപ്പൊടികളും ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭിക്കുന്നു. ബന്ധങ്ങൾ സുദൃഢമാകട്ടെ. സുഭിക്ഷം, സുദൃഢമായൊരു ബന്ധത്തിന്റെ തുടക്കം. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. 1 India 1 ഗോൾഡ് റേറ്റ്. ഇതാണ് മലബാർ പ്രോമിസ്. ഇത് പാക്ക് ചെയ്തോളൂ. ഇത് കൂടി. താങ്ക് യു സർ. അമ്മയ്ക്ക ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. നഗരഹൃദയത്തിലൊരു പൂന്തോട്ടം. റോയൽ ഗാർഡൻ കാർഷിക ഉദ്യാന നഴ്സറി, ലിസ് ഗ്രൗണ്ട്, തൊടുപുഴ. ഫോൺ 9562291847. ഇനിയൊരു സർപ്രൈസ് കൂടിയുണ്ട്. Experience a specialized combination of styling options that will perfectly enhance and bring out your beauty. ഞങ്ങളുടെ വെഡിംഗ് മേക്കപ്പും സ്റ്റൈലിംഗും ഇവിടെ തന്നെയാ. $1 billion ഹെഡ് നിയർ വെങ്ങല്ലൂർ ബ്രിഡ്ജ്, തൊടുപുഴ. 100% സർട്ടിഫൈഡ് പ്രഷ്യസ് സ്റ്റോൺ ആൻഡ് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങളുടെ അപൂർവ ശേഖരം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.